സോ മൊഡ്യൂൾ 2 ഫസ്റ്റ് ടോപ്പിക് ബോയാൻസി ആൻഡ് ഫ്ലോട്ടേഷൻ ആണ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് ബോയാൻസി എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ബോയാൻസി, ദെൻ സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ആൻഡ് സബ്മേർജ്ഡ് ബോഡീസ്, മെറ്റാസെൻറ്റർ ആൻഡ് മെറ്റാസെൻട്രിക് ഹൈറ്റ്, ദെൻ അനലിറ്റിക്കൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ഓഫ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ആൻഡ് സബ്മേർജ്ഡ് ബോഡീസ്, അത് ജസ്റ്റ് ഷോർട്ട് ആൻസർ ആയിട്ടോ അല്ലെങ്കിൽ ഈവൻ 8 മാർക്കിന് വരെ ചോദിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. സോ ഒരു ബോഡി ഫ്ലൂയിഡിൻ്റെ ഉള്ളിൽ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ ഒരു ബോഡിയുടെ ഉള്ളിൽ ആ ബോഡിയിൽ ആ ഫ്ലൂയിഡ് ഒരു അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ അപ്വേർഡ് ഫോഴ്സിന് പറയുന്ന പേരാണ് ഫോഴ്സ് ഓഫ് ബോയൻസി ഓർ ബോയൻ ഫോഴ്സ്. ഓക്കെ, സോ ഈ ബോയൻ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? When a body is immersed in a fluid, either wholly or partially, it is lifted by a force which is equal to the weight of the fluid displaced. സോ ഒരു ബോഡി പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളായിട്ടൊരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഇസ് ഈക്വൽ ടു എന്താണ്? ഇസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. എത്രമാത്രം ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആ ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് ആയിരിക്കും ആ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സ് അല്ലെങ്കിൽ ബോയൻ ഫോഴ്സ്. സോ ഏത് പോയിന്റിലാണോ ഈ ബോയൻ ഫോഴ്സ്, ബോഡിയിലെ ഏത് പോയിന്റിലാണോ ഈ ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ദറ്റ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ബോയൻ ഫോഴ്സ് ഇസ് കോൾഡ് സെന്റർ ഓഫ് ബോയൻസി. ഈ കാര്യം ജസ്റ്റ് നോട്ട് ചെയ്യുക. സോ ഒരു ബോഡി ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ സെൽഫ് വെയിറ്റ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ജസ്റ്റ് ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം ബോഡി ഒരു കുറച്ച് കഴിഞ്ഞ് സ്റ്റേബിളായിട്ട് നിൽക്കും അല്ലേ? സ്റ്റേബിളായിട്ട് നിൽക്കും. ഇക്വിലിബ്രിയം കണ്ടീഷനിലാവുമ്പോൾ ഈ നമുക്കറിയാം ഇവിടെ ഡൗൺവേർഡ് ഡയറക്ഷനിൽ എന്താ ആക്ട് ചെയ്യുന്നത്? വെയിറ്റ് ആണ്. അപ്വേർഡ് ഡയറക്ഷനിൽ എന്താ ആക്ട് ചെയ്യും? സെൻറ്റർ ഓഫ് ബോയൻസിൽ സെൻറ്റർ ഓഫ് ദിസ് ബോയൻ ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ അണ്ടർ ഇക്വിലിബ്രിയം കണ്ടീഷൻ ദിസ് വെയിറ്റ് ഓഫ് ദ ബോഡി ഇസ് ഈക്വൽ ടു ദ ബോയൻ ഫോഴ്സ്. സോ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ സ്റ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് മീൻസ് ഈ ഒരു ഫ്ലോട്ട് ചെയ്യുന്ന ബോഡിയുടെ വെയിറ്റ് എന്താണോ, ഓക്കെ, അത് എന്തിനോട് ഈക്വലാണ്? അത് ബോയാൻ ഫോഴ്സിനോട് ഈക്വലാണ്. തൊട്ടുമ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ എന്താ പറഞ്ഞേക്കുന്നത്? ആ ബോയാൻ ഫോഴ്സ് എന്തിനോട് ഈക്വലാണ്? വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഈക്വലാണ്. ബോയാൻ ഫോഴ്സ് 2 കാര്യങ്ങളോട് ഈക്വലാണ്. ബോയാൻ ഫോഴ്സ് എന്തിനോടൊക്കെ ഈക്വലാണ്? ആ ബോഡിയുടെ വെയിറ്റിനോട് ഈക്വലാണ്. അതുപോലെ തന്നെ ആ ഫ്ലൂയിഡ് എത്രമാത്രമാണ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്തത്, ആ ഡിസ്പ്ലേസ്ഡ് ചെയ്ത വെയിറ്റ് ഫ്ലൂയിഡിൻ്റെ വെയിറ്റിനോടും ഈക്വലാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് മെറ്റാസെൻറ്റർ. മെറ്റാസെൻറ്റർ എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് നമ്മളൊരു ബോഡിക്ക് ഒരു ചെറിയൊരു സ്മോൾ ആംഗിൾ ഒരു ടിൽറ്റ് കൊടുത്തു, ചെറുതായിട്ട് ഞാനങ്ങ് ചിരിച്ചു. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും? അത് ഏതെങ്കിലും ഒരു പോയിന്റിന് എബോട്ടായിട്ട് ഈ ഒരു ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും പയ്യെ ഓക്സിലേറ്റ് ചെയ്യും. ഫൈൻ. സോ ഇറ്റ് ഇസ് ഡിഫൈൻഡ് എസ് എ പോയിന്റ് അബൌട്ട് വിച്ച് ബോഡി സ്റ്റാർട്ട്സ് ഓക്സിലേറ്റിംഗ് വെൻ ദ ബോഡി is tilted by a small angle. ഒരു സ്മോൾ ആംഗിൾ ബോഡി ടിൽറ്റ് ചെയ്യുമ്പോൾ ആ ബോഡി ഏത് പോയിന്റിന് എബോട്ടായിട്ടാണ് ഓക്സിലേറ്റ് ചെയ്യുന്നത്, ഓക്കെ, ആ പോയിന്റിന് പറയുന്ന പേരാണ് മെറ്റാസെൻറ്റർ. മെറ്റാസെൻറ്റർ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഇപ്പോൾ സാധാരണ ഒരു ബോഡി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ ഞാൻ ജസ്റ്റ് ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തപ്പോൾ എന്ത് പറ്റി? കൊടുത്തപ്പോൾ സാധാരണ നോർമൽ ലൈൻ ബോഡിയുടെ ആക്സിസ് തന്നെ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇവിടെയായിരുന്നു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ആദ്യം ടിൽറ്റ് ചെയ്യാൻ മുമ്പ് എവിടെയായിരുന്നു സെൻറ്റർ ഓഫ് ബോയാൻസി? സെൻറ്റർ ഓഫ് ബോയാൻസി ഇവിടെയായിരുന്നു. പക്ഷെ നമുക്കറിയാം ഈ സൈഡിലാണ് കൂടുതൽ ബോഡി വാട്ടറിൻ്റെ ഉള്ളിലുള്ളത് അല്ലേ? അപ്പോൾ ഈ സെൻറ്റർ ഓഫ് ബോയാൻസി ബിയിൽ നിന്ന് B1ലേക്ക്, അതായത് ഈ ഒരു സൈഡിലാണ് കൂടുതൽ ബോഡി വാട്ടറിൻ്റെ ഉള്ളിലായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റർ ഓഫ് ബോയാൻസി പോയിന്റിൽ നിന്ന് B1ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ബിയിൽ നിന്ന് B1ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ന്യൂ സെൻറ്റർ ഓഫ് ബോയാൻസി ആണ് ഈ B1 പോയിന്റ്. ഇനി മെറ്റാസെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാൻ ഒരു കാര്യം ചെയ്താൽ മതി. ഈ ബോഡിയുടെ നോർമൽ ആക്സിസ് കണ്ടോ, ഇതാണ് ബോഡിയുടെ നോർമൽ ആക്സിസ്. ബോഡിയുടെ നോർമൽ ആക്സിസും ഈ B1 പോയിന്റ് ഉണ്ടല്ലോ, ഈ B1 പോയിന്റിലാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദെൻ ഈ ബോയൻ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ് ഞാനിവിടെ എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. ഫൈൻ. സോ ബോഡിയുടെ നോർമൽ ആക്സിസും ബോയൻ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് മെറ്റാസെൻറ്റർ. ഫൈൻ. സോ ഇറ്റ് ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഓഫ് ബോയാൻസി, ദാറ്റ് മീൻസ് ഈ ലൈൻ കണ്ടോ, will meet the normal axis of the body when
the body is given a small angular displacement. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റാസെൻറ്റർ എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിഗറും വരച്ചിട്ട് വേണം ഈ ഒരു സെൻറ്റൻസ് എഴുതി വെക്കാനായിട്ട്. സോ ഈ കേസിൽ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. മെറ്റാസെൻട്രിക് ഹൈറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് മെറ്റാസെൻറ്റർ. തിരിഞ്ഞു പോകരുത്, GM ഡിസ്റ്റൻസ് ആണ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞേക്കുന്നതാണ്, ലൊക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. സോ ഇപ്പോൾ ഓർത്തിരിക്കുക, GM ഡിസ്റ്റൻസ് ആണ്, ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് മെറ്റാസെൻറ്റർ. പിന്നെ സെൻറ്റർ ഓഫ് ബോയാൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ബോയാൻ ഫോഴ്സ്. ആ ടേംസ് ഒക്കെ ഓർത്തിരിക്കുക, ഫിഗർ വരയ്ക്കുന്ന കാര്യം ശ്രദ്ധിക്കാം. The next one is conditions of equilibrium of floating and submerged bodies. ഫ്ലോട്ടിംഗ് ബോഡിയും സബ്മേർജ് ബോഡിയുടെ കേസിലുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. അത് സാധാരണ നമ്മൾ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ആദ്യമേ നോക്കാൻ പോകുന്നത് സ്റ്റെബിലിറ്റി ഓഫ് സബ്മേർജ്ഡ് ബോഡിയാണ്. സബ്മേർജ്ഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലൂയിഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ആയിട്ട് കിടക്കുന്ന ബോഡീസിനെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എയർ ആവാം, വാട്ടർ ആവാം അല്ലേ. സോ സബ്മറൈനും ബലൂണൊക്കെ ഒരു എക്സാമ്പിളാണ്, സബ്മേർജ്ഡ് ബോഡിക്ക് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന എക്സാം ഒരു ബലൂണാണ് കേട്ടോ, ബലൂണാണ്. സോ ഇതൊരു ബലൂണാണ്. ഈ ബലൂണിൻ്റെ അടിയിലായിട്ട് ഞാൻ ചെറിയൊരു വെയിറ്റ് ആഡ് ചെയ്തു. എന്തിനാണെന്നറിയോ? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ്, ഈ ഒരു വെയിറ്റ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാർക്ക് ചെയ്യുക, മുകളിൽ സെൻറ്റർ ഓഫ് ബൊയാൻസി മാർക്ക് ചെയ്യുക. രണ്ട് പോർഷനിൽ എന്താ ആക്ട് ചെയ്യുന്നത്? വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിൽ പറഞ്ഞാൽ വിട്ടുപോയായിരുന്നു. എപ്പോഴും ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിലാണ്, ചെരിഞ്ഞൊന്നും ആയിരിക്കില്ല. എപ്പോഴും വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിൽ മാത്രമാണ് ഈ ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ ബോഡിക്ക് ഞാൻ ജസ്റ്റ് ഒരു ടിൽറ്റ് കൊടുത്തു. ഈ കേസിൽ ഈ സബ്മേർജ് ബോഡി കേസിൽ മെറ്റാസെൻറ്റർ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല കേട്ടോ. കാരണം ഇത് പ്യുവർലി ഫുൾ ഫ്ലൂയിഡിൻ്റെ ഉള്ളിലായതുകൊണ്ട് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനോ അല്ലെങ്കിൽ ഒരു മെറ്റാസെൻട്രൽ കോൺസെപ്റ്റ്സ് ഒന്നുമില്ല. ജിയുടെയും ബിയുടെയും പൊസിഷൻ റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷനൊക്കെ നമ്മൾ പറയുന്നത് കേട്ടോ. സോ ഇങ്ങനെ ടിൽറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ടിൽറ്റ് ചെയ്യുമ്പോൾ ജി പോയിന്റിൽ ഇവിടെ W ആക്ട് ചെയ്യുന്നുണ്ട്, ബി പോയിന്റിൽ FB ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഫോം ചെയ്യുന്ന ഒരു കപ്പിളാണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു മൊമെന്റ് ഫോം ചെയ്യുന്നില്ലേ? അത് ഏത് ഡയറക്ഷനുള്ള മൊമെന്റ് ആണ്? ഇങ്ങനെ കറക്കുന്ന ഏതാ? ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിളാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. സോ ഈവൻ നമ്മൾ ഈ ഡയറക്ഷനിൽ ഒരു ടിൽറ്റ് കൊടുത്താലും ഇതിൻ്റെ ഉള്ളിൽ ഒരു കപ്പിൾ, നമുക്കറിയാം ബോയൻ ഫോഴ്സും ബോഡിയുടെ വെയിറ്റും ഈക്വൽ ആണ്. സോ ഈ Wയും FBയും ഈക്വൽ ആണ്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, രണ്ടും നോൺ കൊളീനിയർ ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. സോ അവിടെ ഒരു കപ്പിൾ ഫോം ചെയ്യുന്നുണ്ട്. സോ ഈ കപ്പിൾ കാരണം ഉണ്ടാവുന്ന മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. നമ്മൾ കൊടുക്കുന്ന ടിൽറ്റ് എങ്ങനത്തെ ടിൽറ്റാണ് ഞാൻ ഇപ്പോൾ കൊടുത്തത്? ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ടിൽറ്റാണ്. അപ്പോൾ ഈ ഒരു കേസിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കുക, ഈ കേസിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴെയും സെൻറ്റർ ഓഫ് ബോയാൻസി മുകളിലും ആയിരിക്കും. ആ കേസിൽ ഒരു കപ്പിൾ ആക്ട് ചെയ്യും. ആ കപ്പിളിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റർബൻസ്, നമ്മൾ ഈ ഡയറക്ഷൻ ഡിസ്റ്റർബൻസ് കൊടുത്തത്, ആ ഡിസ്റ്റർബൻസിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് ഒരു മൊമെൻറ്റ് വരുന്ന രീതിയിലായിരിക്കും ആ കപ്പിൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ബലൂൺ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇങ്ങനെ ഒരു ബലൂൺ എടുത്തു, ഇങ്ങോട്ടേക്ക് ടിൽറ്റ് ചെയ്തു. ഓക്കെ, ടിൽറ്റ് ചെയ്തിപ്പോൾ ഇങ്ങനെ നിൽക്കുവാന്ന് വിചാരിക്കുക. ഇനി ടിൽറ്റ് ചെയ്യുമ്പോൾ അവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കപ്പിൾ ഫോം ചെയ്ത മൊമെൻറ്റ് വരുന്ന കാരണം ആദ്യം അത് ഏത് പൊസിഷനിലാണ് വരുന്നത്? ആദ്യം എങ്ങനെയാണ് ഇരുന്നത്? ഓക്കെ, ആ പൊസിഷനിലേക്ക് തിരിച്ചു വരും. അപ്പോൾ നമ്മളൊരു ടിൽറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഓക്കെ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കപ്പിൾ ഫോം ചെയ്യുന്ന നേരം തിരിച്ച് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഒരു കപ്പിൾ ഫോം ചെയ്യുന്ന മൊമെൻറ്റ് വരുന്നേക്കുന്ന കാരണം തിരിച്ച് ഈ ഒരു ഷേപ്പിലേക്ക് തന്നെ, ഈ ഒരു പൊസിഷനിലേക്ക് തന്നെ ഈ കേസിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ ബലൂൺ തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഒരു അടി ഉണ്ടായാലും എന്ത് പറ്റും? തിരിച്ചിങ്ങോട്ട് തന്നെ വരും. ഇനി അടുത്തത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയാണ്. ഈ കേസിൽ ശ്രദ്ധിക്കുക, ഞാനിവിടെ വെയിറ്റ് ആഡ് ചെയ്തേക്കുന്നത് മുകളിലാണ് അല്ലേ. സോ വെയിറ്റ് ആഡ് ചെയ്തേക്കുന്ന മുകളിലായ കാരണം ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ മുകളിൽ മാർക്ക് ചെയ്തു, മുകളിലല്ല കൂടുതൽ വെയിറ്റ് വന്നേക്കുന്നത്. ഓക്കെ, താഴെയായിട്ട് സെൻറ്റർ ഓഫ് ബോയൻസി മാർക്ക് ചെയ്യുക. ദെൻ ഇതുപോലെ തന്നെ ഒരു ടിൽറ്റ് കൊടുത്തു, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഒരു ടിൽറ്റ് കൊടുത്തു. ടിൽറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് ആക്ട് ചെയ്യുന്നത്? വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫോം ചെയ്യുന്ന കപ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക, ഏത് ഡയറക്ഷനിലെ കപ്പിളാണ്? ക്ലോക്ക് വൈസ് കപ്പിൾ തന്നെയല്ലേ? കണ്ടോ, ഇങ്ങനെയല്ലേ അതിൻ്റെ കപ്പിളിൻ്റെ മൊമെൻറ്റ് വരുന്നത്.
സോ ഡിസ്റ്റർബൻസിൻ്റെ ഏത് ഡയറക്ഷനിലാണോ മൊമെൻറ്റ് വരുന്നത് സെയിം ഡയറക്ഷനിൽ ഈ ഒരു ബലൂണിൻ്റെ ഉള്ളിൽ ഒരു മൊമെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്നെ സംഭവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡിക്ക് ഇത്ര ടിൽറ്റാണെന്ന് കൊടുത്തിട്ടുള്ളെങ്കിൽ കുറച്ചും കൂടി ടിൽറ്റ് ചെയ്തിട്ട് ആ ഒരു പൊസിഷനിൽ ആ ബോഡി നിൽക്കും. മനസ്സിലായോ? ഫസ്റ്റ് കേസിലാണെങ്കിൽ ടിൽറ്റ് കൊടുത്താലും തിരിച്ച് ആ പൊസിഷനിലേക്ക് തന്നെ വരുമായിരുന്നു. അതിൻ്റെ ഉള്ളിലൊരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒരു മൊമെൻറ്റ് ഫോം ചെയ്യുന്ന കാരണം. പക്ഷേ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, അതായത് ഈ കേസിൽ എങ്ങനെയാണ്, ബി എന്ന് പറഞ്ഞാൽ എവിടെ, ബി താഴെയും ജി മുകളിലാണ്. ഓക്കെ, ഈ കേസിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയാണ്. നമ്മൾ ടിൽറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡയറക്ഷൻ തന്നെ ഒന്നേടെയും ടിൽറ്റ് കുറച്ചും കൂടി ടിൽറ്റ് ചെയ്തിട്ട് അവിടെ അനങ്ങാതെ നിൽക്കും, ഇക്വിലിബ്രിയായിട്ട് നിൽക്കും. അങ്ങനെയുള്ള കേസാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് ബൊയാൻസിയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം പോയിന്റിലാണ്, സെയിം കോയിൻസൈഡ് ചെയ്ത് വരുവാണെങ്കിൽ ആ കേസിൽ പ്രത്യേകിച്ച് മൊമെൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ബോഡിയുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നില്ല. സോ എന്തെങ്കിലും ഒരു ടിൽറ്റ് കൊടുക്കുവാണെങ്കിൽ ആ ടിൽറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇങ്ങനെ ജസ്റ്റ് ചിരിച്ചു എന്ന് വിചാരിക്കും, ബലൂൺ ഇങ്ങനെ ടിൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടിൽറ്റ് ചെയ്ത് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ സെയിം പൊസിഷൻ തന്നെ നിൽക്കും. അത് തിരിച്ച് ഇങ്ങോട്ട് ഒറിജിനൽ പൊസിഷനിലേക്ക് വരാനും നോക്കില്ല, കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഓവറായിട്ട് ടിൽറ്റ് ചെയ്ത് പോവില്ല. അപ്പോൾ എത്രമാത്രം ഡിസ്റ്റർബൻസ് ആണോ നമ്മൾ ക്ലോക്ക് വൈസ് കൊടുക്കുന്നത് അവിടെ വെച്ചിട്ട് അത് നിൽക്കും, തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്കും വരില്ല, എക്സ്ട്രാ ആയിട്ട് അത് റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്ത് പോരുമില്ല. അപ്പോൾ അങ്ങനെ ഒരു 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ടിൽറ്റ് കൊടുത്താലും എന്താണ്, തിരിച്ചത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ്, തിരിച്ചത് ഒറിജിനൽ പൊസിഷനിലേക്ക് വരും. അൺസ്റ്റേബിൾ ആണെങ്കിൽ കുറച്ചും കൂടി ആ ഡയറക്ഷനിലേക്ക് ടിൽറ്റ് ചെയ്ത് അവിടെ ഇക്വിലിബ്രിയമായിട്ട് നിൽക്കും. ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണ് നമ്മൾ എത്രയാണോ ടിൽറ്റ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് അത് സ്വയം നിൽക്കും. കാരണം ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ മൊമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് എത്രമാത്രം ടിൽറ്റ് കൊടുക്കുന്നുണ്ടോ ആ ഒരു പൊസിഷൻ വെച്ചിട്ട് അത് സ്റ്റേബിളായിട്ട് നിൽക്കും. സോ അങ്ങനെ ഒരു 3 സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് മെയിൻലി പറയുന്ന കോമൺ കണ്ടീഷൻ W is equal to FB ആണ്. പിന്നെ സ്റ്റേബിൾ ആണെങ്കിൽ എങ്ങനെയായിരിക്കും, B is above G. സെൻറ്റർ ഓഫ് ബൊയാൻസിൽ നമ്മുടെ വലിയ വില്ലൻ, നമ്മുടെ ഹീറോ, അപ്പോൾ അത് ബി മുകളിലാണെങ്കിൽ അത് സ്റ്റേബിൾ ആണ്, ബി താഴെയാണെങ്കിൽ ഇത് എന്താണ്, അൺസ്റ്റേബിൾ ആണ്. സോ ഈ ഒരു കണ്ടീഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഫിഗർ എന്തായാലും വരയ്ക്കണം, ഫിഗറിന് പ്രത്യേകം വെയിറ്റേജ് ഉള്ളതാണ്. സോ എന്തായാലും ഈ ഫിഗർ വരയ്ക്കുന്ന കാര്യം ഓരോ കണ്ടീഷൻ്റെ കേസിലും ഫിഗർ വരയ്ക്കുന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക.